ഗുഡ് മോർണിംഗ് ലഫി, നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോസ്റ്റ്. ഇന്ന് നമ്മൾ 1485 ദിവസം 13 ഓഗസ്റ്റ് 2024 തിങ്കൾ ചൊവ്വാഴ്ച. ഇന്ന് നമ്മൾ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. എന്താണ് റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡ്? റെസ്പെക്ട്ഫുൾ ആവുക എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. ഒരു റെസ്പെക്ട് ഓറിയന്റഡ് ആയ ഒരു ആറ്റിറ്റ്യൂഡ്. കഴിഞ്ഞ ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. സാർ, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് പൊസിഷനിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന കാര്യത്തിൽ കണിശത പുലർത്താറുണ്ട്. കാരണം അച്ഛനോടുള്ള ഒരു സ്നേഹം, അച്ഛനോടുള്ള ഒരു ഇഷ്ടം, അച്ഛൻ പറഞ്ഞ ഒരു ലേണിംഗ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ ആറ്റിറ്റ്യൂഡിൽ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കില്ല എങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആവും. അതായത് ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആവും. അതേപോലെ തന്നെ നമ്മളുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് നമ്മൾ പറയും. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ളതാണ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. വാട്ട് ഈസ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്? ഒരാൾക്ക് റെസ്പെക്ട് കൊടുത്തിട്ട് നമുക്ക് ആ റെസ്പെക്ട് തിരിച്ചെടുക്കാം. റെസ്പെക്ട് കൊടുക്കാൻ സാധിക്കുമോ, റെസ്പെക്ട് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. യെസ്, റെസ്പെക്ട് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഒരു സയൻസാണ്. റെസ്പെക്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ക്യാൻ വി ടേക്ക് റെസ്പെക്ട് ഫ്രം സമ്മൺ? ആളുകളിൽ നിന്ന് റെസ്പെക്ട് എടുക്കാൻ പറ്റും? ആളുകളിൽ നിന്ന് റെസ്പെക്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് ആളുകൾക്ക് റെസ്പെക്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു ഗീവ് റെസ്പെക്ട്? ആളുകൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നത് മാൻഡേറ്ററി ആണോ? യെസ്. ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫീൽ ഗുഡ് ഫാക്ടർ കണക്ട് ആവണമെങ്കിൽ റെസ്പെക്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അത് എല്ലാവർക്കും കൊടുക്കാവുന്നത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നമുക്ക് അച്ഛനമ്മ, മക്കൾ, പാരൻസ്, ബാക്കിയുള്ള റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, സൊസൈറ്റി, എംപ്ലോയർ റിലേഷൻഷിപ്പ്, പിന്നെ ബയേഴ്സ് എല്ലാം, അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ഇവിടെ കെമിസ്ട്രി ഓഫ് റിലേഷൻഷിപ്പിൽ പഠിച്ചോ ആ എല്ലാ ടൈപ്പ് റിലേഷൻഷിപ്പിലും പ്രോപ്പറായിട്ട് നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കുകയും ആ റെസ്പെക്ട് കൊടുക്കുന്നതിൽ മടി കാണിക്കാതിരിക്കുകയും ചെയ്യാവുന്നത്. അപ്പൊ ഗീവ് റെസ്പെക്ട് എന്നുള്ളത്, ആളുകൾക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡുകളുണ്ട്. ഇനി നമ്മൾ റെസ്പെക്ട് കൊടുത്ത് നമുക്ക് റെസ്പെക്ട് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കും. ഈ റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഗിവിംഗ് റെസ്പെക്ടിന്റെ ആറ്റിറ്റ്യൂഡ്. നമുക്ക് റെസ്പെക്ട് തിരിച്ചു കിട്ടാതിരിക്കാം. കാരണം ആറ്റിറ്റ്യൂഡിന്റെ റെസ്പെക്ട് എന്ന് പറയുന്നത് ബൂമറാങ് ആവണമെന്നില്ല. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബൂമറാങ് ആണെങ്കിൽ പോലും റെസ്പെക്ട് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് നടക്കുക. സോ നമ്മളെ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുകയും എനിക്ക് പറയും റെസ്പെക്ട് കൊടുക്കുകയും എനിക്ക് തിരിച്ച റെസ്പെക്ട് ഒന്നും കിട്ടണം. റെസ്പെക്ട് തിരിച്ചു കിട്ടുന്നെങ്കിൽ മാത്രമേ ഇത് ഇപ്പോഴൊക്കെ ഞാൻ എത്രയോ ആളുകൾക്ക് വേദികളിലും സെന്റൻസിലും ബിഹേവിയറിലും അവരുടെ കൂടെയുള്ള ലിവിങ്ങിലും ട്രാവലിങ്ങിലും ഒക്കെ റെസ്പെക്ട് കൊടുക്കും. ചിലർക്കൊക്കെ ഓവർ റെസ്പെക്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ട് അവർ ഹെസിറ്റേറ്റ് ചെയ്യും. ചില ആൾക്കാർ തിരിച്ച് റെസ്പെക്ട് തീരെ തരാറില്ല. ആ വാങ്ങുന്ന റെസ്പെക്ട് ഒക്കെ വാങ്ങി അവിടെ കൊട്ടലിട്ട് വെക്കുന്നില്ല. അതിനകത്ത് ഒരു തിരിച്ചൊരു റെസ്പെക്ടിന്റെ വേർഡോ അല്ലെങ്കിൽ റെസ്പെക്ടിന്റെ ബിഹേവിയറോ ഒരു റെസ്പെക്ടിന്റെ ബോഡി ലാംഗ്വേജോ ഒരു റെസ്പെക്ടിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലും കാണിക്കാത്ത എത്രയോ ആളുകൾ, എമോഷൻ പോലും കാണിക്കാത്ത ആളുകൾ. സോ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എനിക്ക് എത്രയോ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് സൊസൈറ്റിയിൽ ഒരു മികച്ച വ്യക്തിത്വം ഉണ്ടാകാൻ റെസ്പെക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗീവ് റെസ്പെക്ട്. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ഗിവിംഗ് ദ റെസ്പെക്ട്. നമുക്ക് മാൻഡേറ്ററി എന്നുള്ള റെസ്പെക്ട് തിരിച്ചു കിട്ടണം. റെസ്പെക്ട് തിരിച്ചു കിട്ടാം. ഒരാൾ തിരിച്ച് റെസ്പെക്ട് തന്നെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളുടെ മികച്ച ആറ്റിറ്റ്യൂഡിൽ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ ക്വാളിറ്റി ഏറ്റവും മികച്ചതായി കാണപ്പെടാൻ നമുക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. So try to give respect continuous ആയിട്ട് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ റെസ്പെക്ട് ആർക്കൊക്കെ കൊടുക്കാം. റെസ്പെക്ട് എന്ന് ഏർപ്പെടുന്ന പാരൻസ്, നൈബേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സ്പൗസ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ടീച്ചേഴ്സ്, ഗുരുക്കന്മാരില്ലേ, അതേപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് റെസ്പെക്ട് കൊടുക്കാം, കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കാം. ശരിയാണ്. ഇറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാസ്റ്റ്, റിലീജിയൻ, കളർ, ഏരിയ,
ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ സാധിച്ചാൽ പക്ഷെ ഇതൊരു മാൻഡേറ്ററി ആയിട്ട് കിട്ടണമെന്നൊന്നും ആഗ്രഹിച്ച് ചെയ്യരുത്. നമ്മൾ റെസ്പെക്ട് കിട്ടും എന്നത് പ്രതീക്ഷയോട് ചെയ്യാം എന്നല്ലാതെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് അതിനകത്ത് ടെൻഷൻ എടുക്കരുത്. പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂസിലൊക്കെ നമ്മൾ എപ്പോഴും കാണാറില്ല. സാർ എനിക്ക് വേണ്ടത്ര റെസ്പെക്ട് കിട്ടാറില്ല, ഞാൻ മാക്സിമം റെസ്പെക്ട് കിട്ടും. ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്കും റെസ്പെക്ട് ആവശ്യമില്ല, എനിക്ക് റെസ്പെക്ട് കിട്ടണ്ടേ, എന്നെന്താ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആളുകളെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമുക്ക് ആളുകളെ നന്നാക്കുന്നത് നമ്മുടെ ജോലിയാണ്, നമുക്കൊരു കഴിയില്ല. ബട്ട് നമുക്ക് നന്നാകാൻ പറ്റും, നമുക്ക് നല്ലതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും, ഷോപ്പീസ് ചെയ്യാൻ പറ്റും, റോൾ മോഡൽ ആവാൻ പറ്റും. People will change. If they need it, they will change. പബ്ലിക്കിൽ നമുക്ക് നോക്കാൻ പക്ഷെ പ്രൊഫഷണലി പലപ്പോഴും ട്രെയിനിങ് ഒക്കെ നടക്കുന്ന ആളുകളെ മാറുന്നത് കാണാറില്ല. കാരണം അവർക്കറിയാം ഈ ട്രെയിനിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ശമ്പളം പോകും, ജോലി ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഫഷണൽസ് ക്യാൻ ചേഞ്ച്, ബട്ട് പബ്ലിക് കനോട്ട് ചേഞ്ച്. അപ്പോൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിനെ ഏതൊക്കെ അർത്ഥത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഏതൊക്കെ അർത്ഥത്തിലാണ് ചേഞ്ച് ആകും എന്ന് ചോദിച്ചാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ കാണിക്കുക, നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണിക്കുക, നമ്മുടെ റെസ്പെക്ട് കുറയാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ക്വാളിറ്റിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ, നമ്മളുടെ വ്യക്തിത്വത്തിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ, നമ്മളുടെ റോൾ മോഡൽസിനെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ, നമ്മളുടെ വ്യക്തിത്വത്തിന്റെ സക്സസിലേക്ക് കൊണ്ടുപോകുന്നതിന് ആ ടെമ്പോ നിലനിർത്താൻ ഒക്കെ നമ്മുടെ റെസ്പെക്ട് കൊടുക്കുന്നത്. ഈ റെസ്പെക്ട് കൊടുക്കുന്നത് കുറച്ച് കാലം റെസ്പെക്ട് ചെയ്യാത്ത ആളുകളെ നമുക്ക് ഇഷ്ടം. ഈ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ചില ആളുകളുടെ റെസ്പെക്ട് ചെയ്യാൻ അളവ് കൂടുതൽ പറ്റാം. റെസ്പെക്ട് ചെയ്യുന്നത് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്നത്, കാല് വെച്ച് കാഴ്ച കെട്ടണം എന്ന് കേൾക്കുന്നത്. അങ്ങനെ ഓരോ ആളുകളുടെയും റെസ്പെക്ട് വെച്ചിരിക്കുന്ന അളവ് പോലെ യൂസ് ചെയ്യുന്ന വേർഡ് പബ്ലിക്കിനിടെ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടത് അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ആളുകൾ റെസ്പെക്റ്റിനെ അസസ് ചെയ്യാറുണ്ട്. ഒരു അസസ്മെന്റ് മെഷർമെന്റ് ഒരു റെസ്പെക്ട് അസസ്മെന്റ് മെഷറിംഗ് തെറ്റാണ്. എല്ലാം അവരുടെ ലേണിംഗ് അനുസരിച്ച് എന്ന് പറയാറുണ്ട്. അവരുടെ ലേണിംഗ് പ്രകാരം, അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം, അവരുടെ സർക്കംസ്റ്റൻസസിന്റെ പ്രൊഡക്റ്റുകളാണ് ഓരോ ആളും. അവർക്ക് അങ്ങനെയൊക്കെ അസസ് ചെയ്യാം. അപ്പൊ നമ്മളെന്താ പഠിക്കുന്നത്? നമ്മൾ ഓരോ തരത്തിലുള്ള സോഷ്യൽ റെസ്പെക്ട് അസസ്മെന്റ് നോംസിനെ കുറിച്ച് അവെയർ ആകുക എന്നത്. ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇനോഗ്രൽ ഫംഗ്ഷനിൽ ദുബായ് കണ്ടത്. അപ്പോൾ അവിടെ ഓരോ പൊസിഷൻ നിൽക്കുന്ന ആൾക്കാർ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാതെ സ്ഥലം തെറ്റിയിട്ട് റെസ്പെക്ട്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ഒബ്സർവറായിരുന്നു. ഞാനിങ്ങനെ കാണുന്നുണ്ട്. സോ അവർക്ക് അറിയില്ല ഞാൻ ഏത് സൊസൈറ്റിയിൽ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അപ്പൊ അവിടെയാണ് നമ്മളുടെ ക്വാളിറ്റി, നമ്മളുടെ സിറ്റുവേഷൻ സിനാരിയോ അനുസരിച്ച് എനിക്ക് റെസ്പെക്ട് കിട്ടിയില്ല എന്നതിനേക്കാൾ പ്രധാനം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നതാണ് എൻഷുർ. സോ വാട്ട് ഷുഡ് ബി എൻഷുർ? ബി എൻഷുർഡ് റെസ്പെക്ട് ഗിവിംഗ് പ്രൊസീജിയർ. നമ്മൾ ആളുകൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നത് നമ്മൾ എൻഷുർ ചെയ്യാനുള്ളത്. അവർക്ക് എൻഷുർ ചെയ്യേണ്ടത് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ്. റെസ്പെക്ട് അവർക്ക് കിട്ടുക എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ റെസ്പെക്ട് കിട്ടുക എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അവരിലേക്ക് തോന്നുന്നത് ഈ റെസ്പെക്റ്റഡ് എന്നെ ബഹുമാനിച്ചതാണ് എന്നവർക്ക് തോന്നി. ഈ തോന്നലുകൾ നമ്മുടെ പ്രവൃത്തി ഉണ്ടാവേണ്ടി വരും. ചിലർ പറയും, ഞാനിങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. ഒന്നുമില്ല. സോഷ്യൽ കൗൺസിലൊക്കെ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ക്വാളിറ്റി അഡ്വൈസ് ചെയ്യാൻ, ഇംപ്രവൈസ് ചെയ്യാൻ, ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ ഗ്രൂപ്പിനകത്ത് റെസ്പെക്ട് ആയിട്ട് മെസ്സേജ് അയക്കണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ മെസ്സേജ് അയക്കും, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ സാറന്മാർക്ക് ഹൗ ആർ യു സർ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ആ റെസ്പെക്ടിന്റെ എലമെന്റ് മിസ്സാവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അത് എഡ്യൂക്കേഷന്റെ കുറവ് കൊണ്ടോ ഇഗ്നോറൻസ് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ പലർക്കും ആ ഒരു റെസ്പെക്ട് എവിടെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റാത്തതിന്റെ ഒക്കെയാണ്. ആറ്റിറ്റ്യൂഡിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. Let us make it and maintain it all the best. Have a great day. May God bless. Thank you so much. We'll meet tomorrow morning again. Thank you. Bye. Bye, Rahman sir. Bye all.